ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നൊരു യാത്രയുണ്ട്, അതിനായി സാരിയൊക്കെ എടുത്ത് കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ ഇത് ഉടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് പുതിയ സാരിയല്ല, ഒരു പഴയ സാരിയാണ്. അപ്പോൾ ഇതെടുത്ത് ഉടുത്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഒരു കഥകളിയുടെ ഒരു മുഖമൊക്കെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. ഒരു കോട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാൻ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ വെള്ളിമൺ പോവുക. എൻ്റെ വീട്ടിൽ, എൻ്റെ നാടവിടെ അല്ലേ, അവിടെ അമ്മയുണ്ട്. അമ്മ ഒരാഴ്ചയായി പോയിട്ട് അവിടെ ഗണപതി അമ്പലത്തിൽ സപ്താഹം നടക്കുക. ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. വിധമുച്ചിരേ രാജ്ഞാം ബ്രഹ്മ പ്രസൂദാനം വംശസ്തേ കാരികോന്യം വംശാരീരം തേഷാം വൃത്തം വംശരാജ്ഞാനെ വ്യക്തിക പ്രാകൃതോ നിത്യത്യന്തികാരികോലയം സുപ്തേ വിവിച്ച ഭക്ത ചതുർധാ സ്വഭാവധാ ഹേതുർജീവോസ്യ സർഗാദേഹർ അവിദ്യാകർമ്മകാരകജം ചാർശീനം പ്രാഗുർ അവ്യാകൃതമുപാദാപരേ വ്യതിരേകാന്യോജ്യസ്യ ജാഗ്രസ്വപ്നസുഷിതമായാമേഷു തദ്ബ്രഹ്മജീവവൃത്തിഷ്വാംശ്രയ പദാർത്ഥേഷു യഥാദ്രികം സന്നാസം രൂപനാംസ ബീജാദ്വിഞ്ചതാന്താസുഖ്യവസ്താസുഖ്യായുധം വിരവേദയിതായത്വം സ്വയോഗേന വാദാത്മാനം വൈദേഹവിതവർത്തതേ നവലക്ഷണരിച്ചാണി പുരാണാനി പുരാപിതാമനയോ അഷ്ടാദശ പ്രാഹു. സപ്താഹമൊക്കെ കണ്ടിട്ട് ഞാനൊരു 5 മണിക്ക് മുന്നേ ഞാനിഞ്ഞ് തിരിച്ച് കൊല്ലത്തെത്തി. കാരണം നാളെ ചിങ്ങം ഒന്നല്ലേ, അപ്പോൾ എല്ലാം ഒന്ന് വൃത്തിയായി കിടക്കുവാണ്. എങ്കിലും ഒന്നുകൂടി ഒന്ന് അതുകൊണ്ട് പെട്ടെന്ന് പോരുന്നു ഞാൻ. അപ്പോൾ വന്നിട്ട് പിന്നെ ചെടിക്ക് വെള്ളം ഒഴിക്കലും വീട് വൃത്തിയാക്കലും വൃത്തിയായി കിടക്കുക. എന്നാലും ഒന്നും കൂടിയൊക്കെ ഒന്ന് തുടച്ച് തൂത്ത് ഒക്കെ ഒന്ന് നീറ്റാക്കിയിടാം. നാളെ നല്ലൊരു ദിവസമല്ലേ. നമ്മുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു വീട് വെക്കുന്നുണ്ടോ. ചിക്കുവിനെ വഴക്ക് പറയുക കേട്ടോ. ചിക്കു ആണെങ്കിലുള്ള ഒരു ബാള് കുറേ നേരം കൊണ്ടേ തട്ടിക്കളിക്കുന്നു. അപ്പോൾ ഈ ഓരോ തട്ടലിനും ഓരോ ചെടിച്ചട്ടി നിലത്ത് വീഴുന്നുണ്ട്. മതിലേൽ കുറച്ച് ചെടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് തട്ടി അപ്പുറത്തെ പുരയിടത്തിലോട്ട് ബാളടിച്ച് തട്ടിയിടുന്നത്. അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ ബാളിൽ നിന്ന് തട്ടി വീഴുന്നത്. അപ്പം ചെടിച്ചട്ടിയും പൊട്ടും, ചെടിയും കമന്ന് വീഴുന്നുണ്ട്. അതിന് നല്ല വഴക്ക് കൊടുക്കുക ഞാൻ കേട്ടോ. ചെടി മേടിച്ച് കൂടുതൽ ചെടിയായിപ്പോയി കേട്ടോ. എന്നിട്ട് ഈ ചെടിച്ചട്ടിയിലിരുന്ന ചെടിയൊക്കെ സൈചേട്ടൻ താഴെ ഇറക്കിയിട്ടുണ്ട്. ഒരു 3-4 എണ്ണം നിലത്താക്കി. ബാക്കിയൊക്കെ എന്നാലും കൂടുതൽ ചെടിയുണ്ട്. വിളക്കിൻ്റെ മുമ്പിൽ വെക്കാനായിട്ട് ദിവസവും ഇഷ്ടംപോലെ പൂ തരും. ആ ചെമ്പരത്തി, മഞ്ഞ ചെമ്പരത്തിയും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ പൂവാ തരുന്നത്. ഓ എന്തിയേ, ഓ ഒരു ഉണ്ണിക്കാൻ തണ്ണിമത്തങ്ങ പിടിച്ച് കിടക്കുന്നുണ്ടോ. ഇത് നോക്കണ. ഇത്തവണ എറണാകുളത്ത് നിന്ന് കൊല്ലത്ത് വന്നപ്പോഴുണ്ടല്ലോ ഒരു വല്ലാത്ത സന്തോഷമായിരുന്നു. എപ്പോഴും സന്തോഷമാണ്, നമ്മുടെ വീട്ടിൽ വരുമല്ലേ. എന്നാലും അതല്ല, എനിക്കിതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ടുണ്ടല്ലോ സൈചേട്ടന് ഒരു 3 കാര്യം എനിക്ക് കാണിച്ചു തന്നു. പുതിയതായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന 3 കാര്യം. ഒരെണ്ണം അതേ നോക്കിയേ, ഒരു തണ്ണിമത്തങ്ങ പിടിച്ച് കിടക്കുന്നുണ്ടോ അതോ ആ ചെടിയുടെ ഇടയ്ക്ക്. ഒന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കന്നിമൂലയിൽ ഒരു പ്ലാവ് നട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ചെറിയ പ്ലാവ്. നമുക്ക് ചക്കയും തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാവിൻ്റെ മൂട്ടിലോട്ട് ഞാൻ പച്ചക്കറിയുടെ വിത്തുകൾ കൊണ്ടുവന്ന് എറിഞ്ഞു കൊടുക്കും. നമ്മൾ എടുത്ത മത്തയായാലും അങ്ങനെ വെള്ളരി ആയാലും അങ്ങനെ കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. ഇട്ട് കൊടുത്ത് അതിനകത്ത് നിന്നൊരു മത്തയുടെ തൈ കിളിച്ച് വന്നപ്പോൾ സൈഡിൽ എന്തുകൊണ്ട് പിച്ച് കളയല്ലേ എന്ന് പറഞ്ഞ്. എന്തായാലും ഇപ്രാവശ്യം വന്നപ്പോൾ, അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു ഉണ്ണിക്ക പോലൊരു മത്തങ്ങ ഇങ്ങനെ പിടിച്ച് കിടക്കുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞ് അത് അടന്ന് പോകത്തേ ഉള്ളത്, കിട്ടത്തൊന്നുമില്ല എന്ന് വിചാരിച്ച്. ഇപ്പം വന്നപ്പോഴുണ്ടല്ലോ മുട്ടനൊരു മത്തങ്ങ അതിനകത്ത്. അത് നല്ല വിളഞ്ഞ് നിൽക്കുന്നു. പക്ഷേ ഭയങ്കര വെയിലാണ് കേട്ടോ ഇവിടെ. അത് കാരണം അച്ചിരി വാട്ടം, ആ മത്തങ്ങ പിടിച്ച വള്ളിക്കൊരു വാട്ടം ഉണ്ടായി. അത് കാരണം ഞങ്ങൾ അതിന് പിച്ചി. അത് 2. പിന്നെ ഞാൻ ആമ്പലൊക്കെ നട്ടിട്ടുണ്ടായിരുന്നൊരു വലിയ ടാങ്കിൽ, അതിനകത്തൊരു പുതിയ പൂവ്. ഈ 3 കാര്യം സൈചേട്ടൻ എന്നെ കൊണ്ടുവന്ന് കാണിച്ചു തന്ന്. ഒരു പിങ്ക് കളറിലെ ഒരു പൂവ്, നല്ല രസമുണ്ട്. ആദ്യമായിട്ട് ആ പൂ ഇവിടെ പിടിക്കുന്നത്. വൈറ്റൊക്കെ ഉണ്ട്, ഇത് ആദ്യമായിട്ടാണ് പിടിക്കുന്നത്. അങ്ങനെ 3 കാര്യം എനിക്ക് കാണിച്ചു തന്ന്. പിന്നെ നമ്മുടെ കുമ്പളങ്ങയൊക്കെ ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ നമുക്ക് ഈ 7.5 സെൻറ്റിനകത്ത് ചക്ക പിടിച്ച്, മത്തങ്ങ പിടിച്ച്, വെള്ളരിക്ക പിടിച്ച്, കുമ്പളങ്ങ പിടിച്ച്, ഇപ്പോഴേ തണ്ണിമത്തം പിടിച്ച്. പിന്നെന്താ വേണം. ഇതാണ് ആ മത്തങ്ങ. ചെറിയൊരു വള്ളി ഇങ്ങോട്ട് വന്ന കായായത് കേട്ടോ. അതങ്ങ് പിടിച്ച്. പുതിയ ആമ്പൽപ്പൂ പിടിച്ചത് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളറ്. അത് കാക്ക വന്ന് ഇതളൊക്കെ കൊത്തി തിന്നേക്കുന്നു.
ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് എനിക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ വിശേഷങ്ങൾ, ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇനി അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ ബൈ. മത്തങ്ങ അരിശ്ശേരി വെക്കാനായിട്ട് അരിയുക കേട്ടോ.